വ്യക്തിപരമായ ദൈവവിശ്വാസത്തേക്കാൾ സന്മാർഗ നിയമങ്ങളിൽ അധിഷ്ഠിതമായ ഭക്തി വലിയ അപകടമാണ്. ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തനായ എതിരാളിയാകുന്നു നിയമാധിഷ്ഠിത ഭക്തിമാർഗം. ഇംഗ്ലീഷിൽ ലീഗലിസം എന്ന് പറയും. നിയമങ്ങളിൽ ഊന്നി ജീവിക്കുന്നത് ഒരു മനോഭാവമാകുന്നു. അഹംഭാവത്തിൽ അടിസ്ഥാനപ്പെട്ട മനസ്ഥിതിയാണത്. സ്വയം ഉയർത്തുവാനുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൃത്രിമ നിലവാരത്തിന് അടിമപ്പെടുന്ന മനസ്ഥിതിയാണത്. ഒരു ക്രിസ്തു വിശ്വാസിയിൽ കർത്താവിലെ സന്തോഷം പറിച്ച് കളയുന്നതത്രേ ഈ നിയമാധിഷ്ഠിത ചിന്താഗതി. ഞാൻ അത് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണം എങ്കിലേ രക്ഷിക്കപ്പെടൂ എന്ന് ചിന്തിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, ആരാധിക്കണം, സ്നാനപ്പെടണം, തീർത്ഥയാത്ര ചെയ്യണം, ഇതുപോലെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതിൽ അടിസ്ഥാനപ്പെട്ടുള്ള ഒരു ജീവിതം. ഇതൊക്കെ വേണോ വേണ്ടായോ എന്നുള്ളതല്ല, രക്ഷിക്കപ്പെടുവാൻ വേണ്ട. കർത്താവിലെ സന്തോഷത്തോടു കൂടിയ ആരാധനയുടെ ജീവനും ശുശ്രൂഷയ്ക്കുള്ള ശക്തിയുമൊക്കെ ഈ പറഞ്ഞ ചിന്താഗതി നഷ്ടപ്പെടുത്തും. പിന്നെ ശേഷിക്കുന്നത് ചുക്കിച്ചുളിഞ്ഞ വിരസമായ ഇരുളടഞ്ഞ ഭക്തിയുടെ ഒരു വേഷം മാത്രമായിരിക്കും. ഭക്തി നടുക്കിയാകും. ഇവിടെ സത്യത്തെ മറച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള നാമം സന്തോഷം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ എല്ലാം പര്യായമായി മാറുകയാണ് ചെയ്യുന്നത്. പ്രമാണങ്ങൾക്ക് മാത്രം വിധേയപ്പെട്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസി യഥാർത്ഥമായതിൻ്റെ വേദനാജനകമായ ഹാസ്യാനുകരണം ആയിത്തീരുന്നു. നിയമം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ നേതൃത്വത്തിൽ വന്നാൽ അത് സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അവിടുത്തെ മൊത്തം ചൈതന്യം ചോർത്തിക്കളയും. എന്നിട്ട് തങ്ങൾ ദൈവവേലയാകുന്നു ചെയ്യുന്നത് എന്ന് അവർ അവകാശപ്പെട്ട് ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാകും. ബന്ധനം തന്നെയാണ്. അതിപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും ആത്മീയമാണെങ്കിലും ബന്ധനമാണ്. കാൽവരിയിൽ കർത്താവായ യേശുക്രിസ്തു സമ്പാദിച്ച സ്വാതന്ത്ര്യം സ്വന്തമാക്കാത്തിടത്തോളം ഒരുവൻ അടിമത്തത്തിലായിരിക്കും. അടിമത്തത്തേക്കാൾ നല്ലത് മരണമാകുന്നു എന്നോർത്തുകൊള്ളുക. അടിമത്തത്തിൽ ജീവിക്കുക എന്നാൽ ദൈവകൃപ നിർമൂലമാക്കുകയാണ്. നിയമാധിഷ്ഠിതമായി പോകുവാൻ നിർബന്ധിക്കുന്ന ആളുകൾ അനാവശ്യ തീവ്രതകളിലേക്ക് മറ്റുള്ളവരെ തള്ളിവിടും, എക്സ്ട്രീം കാര്യങ്ങളിലേക്ക് തള്ളിവിടും. ഞാൻ ഉദ്ദേശിച്ചത്, അവർക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും മനുഷ്യരുടെ മേൽ സമ്മർദ്ദം ചെലുത്തും. ഇങ്ങനെ വേണം വസ്ത്രം ധരിക്കാൻ, ഇങ്ങനെ വേണം നടക്കാൻ, ഇങ്ങനെ വേണം ചിരിക്കാൻ. നോക്കണേ, ഇവരിൽ അധികവും താമസിക്കാതെ ഒരു കൾട്ടായി രൂപപ്പെടുന്നത് കാണാം. ആധികാരികത, ഞാൻ ഉദ്ദേശിച്ചത് അതോറിറ്റേറിയനിസമാണ്. ആധികാരികത അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ വലിയ ആയുധമാകുന്നു ഈ നിയമാധിഷ്ഠിതത്വം. ക്രമവിരുദ്ധമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാൻ ഈ കൂട്ടർ നിയമങ്ങളെ ഉണ്ടാക്കുകയും ഉപായങ്ങളിലൂടെ അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ദൈവഹിതത്തെയും കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച പ്രവർത്തനത്തെയും തകർക്കുവാൻ ശക്തമായ ഏറ്റവും വലിയ കുടിലത എന്തെന്നാൽ നിയമാധിഷ്ഠിതത്വത്തിൽ ഊന്നി കൃപയ്ക്ക് പകരം പ്രമാണങ്ങളും ആത്മാവിന് പകരം അക്ഷരവുമായി ജീവിക്കുക. സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വഴിവിട്ട പോക്കാണ് ഈ നിയമാധിഷ്ഠിത മാർഗം. സുരക്ഷിതത്വം അന്വേഷിച്ച് അവൻ ചെന്ന് പെടുന്നത് അടിമത്തത്തിലാണെന്ന് മറക്കരുത്. ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഞാൻ ഇന്നതൊക്കെ ചെയ്യാതിരിക്കുന്നു, അതുകൊണ്ട് ദൈവം പ്രസാദിച്ചേ മതിയാകൂ എന്ന നിയമാധിഷ്ഠിത മാർഗം അവർ ചിന്തിക്കുന്നു. ഇതിനെതിരെയാണ് വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത്. അവൻ പറയുന്നത് വിശ്വാസം ഒന്നുകൊണ്ടും മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കൂ എന്നത്രേ. വിശ്വാസം എന്നാൽ ഞാൻ എന്നെ മുഴുവനായി, അതെ
എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ പ്രതികരണങ്ങളും എല്ലാം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അല്ലാതെ ഞാൻ ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങളല്ല. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നതായിരിക്കും എൻ്റെ മുൻഗണന. അതാണ് ഞാൻ എന്നെ നൽകുക അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ലാതെ നല്ലതെന്നും നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്തും ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാതിരുന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ആത്മരക്ഷ പ്രാപിക്കുവാനോ മനുഷ്യന് സാധിക്കില്ല. അതിപ്പോൾ നാം അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ആകാം. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ ഒരു ഒന്നാന്തരം ഉദാഹരണമായിട്ടാണ് അബ്രഹാമിനെ വിശുദ്ധ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. നാം ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ നാം ചിന്തിച്ചല്ലോ. 6-ാം വാക്യം എടുത്താട്ട് അവിടെ തൊട്ട് നമുക്ക് പഠിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അബ്രഹാമിൻ്റെ ഉദാഹരണത്തിലൂടെ വിശ്വാസത്താലാണ് നീതീകരണം എന്ന് വ്യക്തമാക്കുവാൻ പൗലോസ് ശ്രമിക്കുന്ന ഈ ഭാഗം ഈ ലേഖനത്തിലെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ്. തുടർന്ന് ഹാഗാറിനെയും സാറായെയും സംബന്ധിക്കുന്ന ഒരു സാദൃശ്യം പറയുന്നുണ്ട്. അങ്ങനെ ഈ ലേഖനത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് നാം ഇപ്പോൾ വന്നിരിക്കുകയാണ്. 6 മുതലുള്ള വാക്യങ്ങളിൽ 6-ാം വാക്യത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ എന്ന് പൗലോസ് പറയുന്ന ഭാഗമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അവനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ മണൽ പോലെയും ആയിരിക്കുമെന്ന്. അത് എണ്ണുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന്. ഇതെപ്പോഴാണ് പറയുന്നതെന്നറിയാമോ? അവന് ഒരു കുട്ടി ഇല്ലാതിരുന്ന സമയത്ത്, ഉണ്ടാകുവാൻ ലോകപ്രകാരം യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നതായ ഒരു സാഹചര്യത്തിൽ. എന്നിട്ടും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. തുടർന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അവിടുന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് എഴുതി തരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ആദ്യം അവനത് വിശ്വസിച്ചു. ദൈവം അവനെ നീതിമാനെന്ന് എണ്ണി. എന്നിട്ട് അവൻ പറയാണ്, ദൈവമേ, ഈ ഉടമ്പടി, നാം ചെയ്ത ഈ ഉടമ്പടി, നീ എന്നോട് ചെയ്ത ഈ ഉടമ്പടി ഒന്ന് എഴുതി തന്നാലും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ എന്നോട് എതിർത്തെന്ന് വന്നേക്കാം. ഞാൻ ഉൽപ്പത്തി പുസ്തകം പല പ്രാവശ്യം വായിച്ചു, എന്നാൽ ഈ പറഞ്ഞതുപോലെ എങ്ങും എഴുതിയിരിക്കുന്നത് കണ്ടില്ലല്ലോ എന്നായിരിക്കും നിങ്ങളുടെ വാദം. എന്നാൽ അത് ഇവിടെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലുണ്ട്. 7-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്യുന്നു. അബ്രഹാമിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചാലും അവൻ ദൈവത്തോടെ തിരിച്ച് സംസാരിക്കുന്നു. നാം ഇന്ന് കാണുന്ന പല അതിവിശുദ്ധന്മാരെ പോലെ ഒരാളല്ലായിരുന്നു അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്നവൻ ചോദിച്ചു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, അത് ഒന്ന് എഴുതിത്തരാമോ കർത്താവേ എന്ന് അവൻ ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ആ കോടതി മുറിയിൽ വന്ന് എന്നെ കാണൂ, അവിടെ വെച്ച് ഞാൻ എഴുതിത്തരാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ. എന്നാൽ ഉണ്ട് സുഹൃത്തെ. 9-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഈ പറഞ്ഞതുപോലെയാണ് അക്കാലങ്ങളിൽ ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിനെക്കുറിച്ച് യിരെമ്യാ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അക്കാലങ്ങളിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുവാൻ സമ്മതിക്കുന്നു. അതിന് പകരമായി മറ്റേ കക്ഷി എന്തെങ്കിലും ചെയ്യാമെന്ന് ഉടമ്പടി ചെയ്യുന്നു. അവർ ഒരു യാഗം കൊണ്ടുവന്ന് അതിനെ 2ആയി പിളർന്ന് പകുതി ഒരു വശത്തും മറ്റേ പകുതി മറുവശത്തും വെച്ച് അന്യോന്യം കൈപിടിച്ച് പിളർന്നു വെച്ചതിൻ്റെ നടുവിലൂടെ നടക്കുന്നു. അത് ഉടമ്പടി മുദ്ര വെക്കുന്നതായിരുന്നു. ഇന്ന് നാമൊക്കെ കച്ചേരിയിൽ പോയി നാം കരാർ ഒപ്പുവെക്കുന്നത് പോലെ. അങ്ങനെ അബ്രഹാം യാഗങ്ങൾ ഒരുക്കി കാത്തിരുന്നു.
അവൻ പകൽ മുഴുവൻ കാത്തിരുന്നു. റാഞ്ചൻ പക്ഷികൾ അബ്രഹാം ഒരുക്കി വെച്ച ആ ഉടലിന്മേൽ ഇറങ്ങി വന്നു. അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അബ്രഹാമിൻ്റെ അടുത്ത് വരുന്നതിൽ ദൈവം താമസിച്ചു. സൂര്യൻ അസ്തമിക്കുവോളം അവൻ അവിടെ വന്നില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവൻ്റെ മേൽ വീണു. ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിനൊരു ഗാഢനിദ്ര നൽകുന്നു. ഇതിൻ്റെ കാരണം അബ്രഹാം ദൈവത്തോടുകൂടെ യാഗത്തിൻ്റെ നടുവെ നടക്കേണ്ടതില്ല എന്നതത്രേ. അബ്രഹാമിന് യാതൊന്നും വാഗ്ദാനം ചെയ്യാനായിട്ടില്ല. ദൈവമാണ് വാഗ്ദാനം ചെയ്യുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള. ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ആ യാഗത്തിൻ്റെ നടുവെ ദൈവം തനിയെ കടന്നുപോയത് ശ്രദ്ധിക്കൂ. കാരണം ദൈവമാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത്. അബ്രഹാമിൻ്റെ ഭാഗം ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. മാനുഷികമായിട്ടായിരുന്നുവെങ്കിൽ അവർ രണ്ടുപേരും നടന്നു പോകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അബ്രഹാം ചെയ്യേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമാണ്. അഥവാ ഈ ഉടമ്പടി അബ്രഹാമിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചായിരുന്നുവെങ്കിൽ എന്നും രാത്രി അവൻ ചൊല്ലുന്ന ആ ഒരു പ്രാർത്ഥനയിലോ ഉപവാസത്തിലോ കുംഭസാരത്തിലോ കുർബാനയിലോ ഒരു രാത്രി അവൻ അത് വിട്ടുകളഞ്ഞെന്നാൽ വാഗ്ദത്തം അവൻ ഒരു ഗുണവും ചെയ്യുകയില്ല. അതുകൊണ്ട് ദൈവം താൻ മാത്രമാകുന്നു എല്ലാം വാഗ്ദത്തം ചെയ്തത്. ഉടമ്പടി അവൻ്റെ വിശ്വസ്തതയെ ആശ്രയിച്ചിരിക്കും, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ, അബ്രഹാമിൻ്റെ വിശ്വസ്തതയെ ആശ്രയിച്ചല്ല. താങ്കളുടെയും എൻ്റെയും പാപത്തിൻ്റെ പിഴ നൽകുവാനായി യേശുക്രിസ്തു ക്രൂശിൽ കയറി. രക്ഷിക്കപ്പെടുന്നതിനാൽ താങ്കൾ ഒരു പ്രാർത്ഥന ചൊല്ലുവാനോ എഴുതപ്പെട്ട കുറേ നിയമങ്ങൾ അനുസരിച്ചൊരു നല്ല കുഞ്ഞായി ജീവിക്കുവാനോ കുറേ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പോയി പരമഭക്തനെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാനോ ദൈവം ആവശ്യപ്പെടുന്നില്ല. താങ്കൾക്കായി മരിച്ച തൻ്റെ പുത്രനെ വിശ്വസിക്കുവാൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അവനാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത്, അവനാണ് വാഗ്ദാനം ചെയ്യുന്നത്. അവൻ താങ്കളെ രക്ഷിക്കും. അതാണ് സുഹൃത്തെ പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടി അവൻ അബ്രഹാമുമായി ചെയ്തു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ ദൈവത്തോട് ആമേൻ പറഞ്ഞു. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവം ഇന്നും നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വസിക്കുവാനാണ്. താങ്കളുടെ ആശ്രയം ക്രിസ്തുവിലായി തീർന്നാൽ താങ്കൾ രക്ഷിക്കപ്പെടും. എത്ര മഹത്വകരമായൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. പ്രവൃത്തിയല്ലാതെ വിശ്വാസം മാത്രം അബ്രഹാമിന് മതിയായിരുന്നുവെങ്കിൽ നാം എന്തെങ്കിലും കൂടുതൽ എന്തിനാഗ്രഹിക്കണം? അബ്രഹാമിന് വിശ്വാസം മാത്രം മതിയായിരുന്നുവെങ്കിൽ നീതീകരിക്കപ്പെടുവാൻ നമുക്കും അതുമാത്രം പോരായോ? അബ്രഹാമിൻ്റെ പ്രവൃത്തിക്കല്ല, വിശ്വാസത്തിനാകുന്നു ദൈവം അനുഗ്രഹം നൽകിയത്. നാം എന്തിന് വിശ്വാസത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് തിരിയണമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ദൈവം സുവിശേഷം അബ്രഹാമിനോട് അറിയിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എപ്പോഴാണ് അവനത് ചെയ്തത്? ഒന്നാമത്തെ ഉദാഹരണം പൗലോസ് നൽകുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ എന്നത്രേ. ഇപ്പോൾ പൗലോസ് അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാനത്തോടടുത്ത് സംഭവിച്ച ഒരു കാര്യം സൂചിപ്പിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് അബ്രഹാം ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചതിന് ശേഷമാണ്. അബ്രഹാം ഇസഹാക്കിനെ അർപ്പിച്ചുവെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ദൈവം അവനെ വിലക്കിയതിനും ഇസഹാക്കിനെ കൊല്ലുന്നതിനും ഇടയിൽ മുടിനാരിഴ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് അവൻ വ്യക്തമാക്കി. അതായത് ദൈവം ഇസഹാക്കിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുമെന്ന് വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ആ പ്രവർത്തനത്തോടെ ദൈവത്തിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ദൈവം അബ്രഹാമിനോട് സുവിശേഷം അറിയിച്ചത് ഈ സമയത്താകുന്നു. കാരണം ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നത്രേ ഇസഹാക്കിൻ്റെ ബലി.
ദൈവം അബ്രഹാമിൻ്റെ മകനെ വിടുവിച്ചെങ്കിലും തൻ്റെ സ്വന്തം പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി തകർത്തു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നാം അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ അവൻ ദൈവശബ്ദം അനുസരിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ആജ്ഞാപിച്ചപ്പോൾ തൻ്റെ പുത്രനെ നൽകുവാൻ അബ്രഹാം തയ്യാറായി. ദൈവം അവനെ വിലക്കിയപ്പോൾ അവൻ അതിൽ നിന്നും പിന്തിരിഞ്ഞു. വീണ്ടും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ചില ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വിഷയമുണ്ട്. അവർ പറയുന്നത് തിരുവചനത്തിൽ തന്നെ വിപരീതത്വമുണ്ട് എന്നത്രേ. പൗലോസ് അബ്രഹാമിനെക്കുറിച്ച് പറയുന്നതിന് വിപരീതമായിട്ടാണ് യാക്കോബ് അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് പോലും. പൗലോസ് പറയുന്നത് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നാണ്. യാക്കോബ് പറയുന്നത്, യാക്കോബ് 2:20-21 വാക്യങ്ങൾ, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? തുടർന്ന് യാക്കോബ് പറയുന്നത് 22 വാക്യം, 2:22, അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. ജോൺ കാൽവിൻ എന്ന മഹാൻ പറഞ്ഞത്, രക്ഷിക്കുന്നത് വിശ്വാസം ഒന്നു മാത്രമാണ്, എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസം തനിയെയല്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ രക്ഷിക്കുന്ന വിശ്വാസം ശക്തമാണ്, സജീവമാണ്, അത് പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. യാക്കോബ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചല്ല സംസാരിക്കുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. യാക്കോബ് വിശ്വസിച്ച ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസം പ്രവൃത്തിയെടുക്കും. പ്രവൃത്തി താങ്കളെ രക്ഷിക്കും എന്ന് പറയുന്നത് കാളയ്ക്ക് മുൻപ് വണ്ടി കെട്ടുന്നത് പോലെയാണ്. വാസ്തവത്തിൽ അനേകരും വണ്ടിക്കകത്ത് കാളയെ ഇരുത്തുന്നതാണ് നാം കാണുന്നത്. അത് തെറ്റാണ്. അത് സാധ്യമല്ല. ഉദ്ദേശം സാധിക്കില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിലേതുപോലെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് നയിക്കും എന്നത് കാണുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ. നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവപ്രസാദം നേടാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവപ്രസാദം ലഭിക്കും. ദൈവത്തെ കൂടുതൽ പ്രസാദിപ്പിക്കുവാൻ നാം ആ വിശ്വസിച്ചതിൻ്റെ തെളിവായി നമ്മുടെ ജീവിതം കാണിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു. നാം ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം. നാം ആത്മാർത്ഥതയുള്ളവരാണോ അല്ലയോ എന്ന് ദൈവത്തിനറിയാം. അവനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. പ്രിയ സുഹൃത്തെ, എന്തുകൊണ്ട് താങ്കൾ ആത്മാർത്ഥതയുള്ളവനാകുന്നില്ല? താങ്കൾക്ക് സഭയിലുള്ളവരെ കബളിപ്പിക്കാം, നിങ്ങളുടെ അയൽക്കാരെ വിഡ്ഢികളാക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി നടിക്കാം. എന്നാൽ എന്തുകൊണ്ട് സത്യസന്ധമായി, അതെ, താങ്കളായി തന്നെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല? അത് വളരെയേറെ രസകരമാണല്ലേ? നിങ്ങൾ അഭിനയിക്കേണ്ട ഒരു കാര്യവുമില്ല. ജീവിതം ആരോ പറഞ്ഞതുപോലെ ഒരു നാടകം മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ, സുഹൃത്തെ, അത് അവരുടെ പക്ഷം. അത് വേറൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്. എന്നാൽ താങ്കൾ ജീവിതത്തിൽ എങ്ങും അഭിനയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് സത്യസന്ധരായി നിങ്ങളായി തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി ആശ്രയിക്കാവുന്നതാണ്. ജീവനുള്ള ശക്തിയുള്ള ഒരു വിശ്വാസം പ്രവൃത്തിയെടുക്കുന്നതായിരിക്കും. പൗലോസ് വിശ്വാസത്തിൻ്റെ വേരിനെക്കുറിച്ചും യാക്കോബ് വിശ്വാസത്തിൻ്റെ ഫലത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? പൗലോസ് വിശ്വാസത്തിൻ്റെ വേരിനെക്കുറിച്ചും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ അവനാകുന്നു ഒരു ദൈവവേദലായിത്തീരുന്നത്. യാക്കോബ് പറയുന്നത്, അങ്ങനെ ദൈവവേദലായിത്തീർന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഫലമുള്ളവനായിരിക്കും, പ്രയോജനമുള്ളവനായിരിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കും, മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുന്നവനാകില്ല എന്നാണ് യാക്കോബ് പറയുന്നത്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ?
ഇനി നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരാം. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിവീൻ. ന്യായപ്രമാണം കൊടുക്കപ്പെടുന്നതിന് മുമ്പായി തന്നെ ദൈവം അബ്രഹാമിന് ഇത് ചെയ്തു. അബ്രഹാമിൻ്റെ നല്ല പ്രവൃത്തികളാൽ അല്ല ദൈവം അവനോട് നിയമം ചെയ്തത്. താങ്കളുടെ വിശ്വാസം ഒരു ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേലായിരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. എന്നാൽ താങ്കൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ വിശ്വാസത്തോടെ വരണം. അവിടുന്ന് താങ്കളുടെ ഹൃദയവാതിൽക്കലോളം എത്തിയിട്ടുണ്ട്. അതിനപ്പുറം വരാൻ അവന് കഴിയില്ല. വാതിൽ പൊളിച്ചകത്ത് വരാൻ അവന് സാധിക്കുകയില്ല. അവന് മുട്ടാൻ മാത്രമേ കഴിയൂ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് അവൻ ഓരോ മനുഷ്യനോടും പറയുന്നു. പ്രിയ സ്നേഹിത, താങ്കൾക്ക് മാത്രമേ താങ്കളുടെ ഹൃദയ കവാടം ദൈവത്തിന് വേണ്ടി തുറക്കുവാൻ സാധിക്കൂ. താങ്കൾ വിശ്വസിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടതുപോലെ താങ്കളും ദൈവ പൈതലായിത്തീരും. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഇവിടെ തിരുവെഴുത്ത് മുൻകൂട്ടി പ്രസംഗിച്ചു എന്ന് കാണുന്നു. തിരുവെഴുത്ത് എന്നുള്ളത് ദൈവത്തെ കുറിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു എന്നാണ് അർത്ഥം. എപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് സുവിശേഷം പ്രസംഗിച്ചത്? ക്രിസ്തുവിൻ്റെ ഒരു പ്രതിച്ഛായയായി ഇസഹാക്കിനെ അബ്രഹാം ബലി കഴിച്ചപ്പോഴായിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം പ്രവൃത്തിയായി രൂപാന്തരപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ അവൻ അർപ്പിച്ചു. ദൈവം അവനിൽ അത്യന്തം പ്രസാദിച്ചു എന്ന് നാം കാണുന്നു. ദൈവം അബ്രഹാമിൻ്റെ മകനെ വിടുവിച്ചുവെങ്കിലും ദൈവം തൻ്റെ പുത്രനെ ആദരിച്ചില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ബലിയായി നൽകി. അവനെ മരണത്തിലേക്കിട്ടു. അബ്രഹാം ദൈവത്തിൻ്റെ ആജ്ഞ എപ്പോഴും അനുസരിച്ചു എന്ന് നാം കാണുന്നു. അങ്ങനെ സർവജ്ഞാനിയായ ദൈവം, കാലങ്ങളെ മുൻകൂട്ടി കണ്ട ദൈവം, യഹൂദേതരരും ദൈവമൊരുക്കി നിത്യരക്ഷയ്ക്ക് യോഗ്യരാകുമെന്ന് കണ്ട് യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ രക്ഷ വിശ്വാസത്താൽ മാത്രം ആക്കി വെച്ചു. അതാണ് ദൈവത്തിൻ്റെ നീതി. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും അവൻ ഒരുപോലെ കണ്ടു. എല്ലാവർക്കും അവൻ രക്ഷ ഒരുപോലെ ഒരുക്കി വെച്ചു. അതിനുള്ള സാധ്യത ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവുമെന്ന് പറയുവാൻ സാധിക്കാത്തതുപോലെ ദൈവം ഒരുക്കി വെച്ചു. എല്ലാവരും വിശ്വാസത്താൽ മാത്രം ദൈവമക്കളാകുന്നു. 9-ാം വാക്യം നോക്കിക്കാട്ടെ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. പൗലോസ് ഒരു സമാഹാരത്തിലേക്ക് വരികയാണ്. വിശ്വസിക്കുന്നവർ അബ്രഹാമിനോട് ഒന്നായിത്തീരുന്നു. വിശ്വാസം എന്ന തത്വം എല്ലാവർക്കും ബാധകമായതുകൊണ്ട് ജാതികളെയാണ് പൗലോസ് മുന്നിൽ കാണുന്നത്. പരിച്ഛേദനയ്ക്ക് മുമ്പ് ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു യഹൂദേതരനായിരുന്നുവല്ലോ. യഹൂദനെന്ന് പറയുവാൻ തന്നെ സാധിക്കുന്നത് അത് കഴിഞ്ഞ് വളരെ കഴിഞ്ഞാണല്ലോ. അവൻ ഒരു വിജാതീയനായിരുന്നു. ഗലാത്യരെ തീർച്ചപ്പെടുത്തുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. അവർക്ക് ഉറപ്പ് നൽകുകയാണ്. അവർ ശരിയായ പാതയിൽ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് മാത്രം. അബ്രഹാമിനെ രക്ഷിച്ച അതേ അടിസ്ഥാനത്തിലാകുന്നു ദൈവം ഇന്ന് പാപികളെ രക്ഷിക്കുന്നത്. പാപിയുടെ വിശ്വാസത്തെയാണ് ദൈവം ഇന്ന് ആവശ്യപ്പെടുന്നത്. താൻ അബ്രഹാമിന് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് അബ്രഹാം വിശ്വസിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ഒരിക്കലും സാധ്യമായി ചിന്തിക്കുവാൻ പോലും സാധിക്കാത്തതായിട്ടുള്ള കാര്യമായിരിക്കാം. എന്നാൽ ദൈവം പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ അത് വിശ്വസിക്കണമെന്നാകുന്നു ദൈവം അവനോട് ആവശ്യപ്പെടുന്നത്. തൻ്റെ പുത്രനായ യേശുവിനെ ക്രൂശിൽ മരിക്കുവാനായി നൽകുക വഴി ദൈവം ചില കാര്യങ്ങൾ നമുക്കായി ചെയ്തു എന്ന് നാം വിശ്വസിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ദൈവം തൻ്റെ പുത്രനെ നമുക്കായി നൽകുക വഴി നിത്യതയിലേക്കുള്ള ആ പ്രവേശനം ദൈവം നമുക്കായി തുറന്നു തന്നു എന്ന് നാം വിശ്വസിക്കണം. ദൈവം തൻ്റെ പുത്രനെ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി നൽകി. മനുഷ്യൻ യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. അതെ, നിയമാധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്നേഹമല്ല, മറിച്ച് കർത്താവ് എൻ്റെ രക്ഷകനാകുന്നു എന്നുള്ള ഉറപ്പോടുകൂടി അവനെ സ്നേഹിക്കുന്ന ആ മനോഭാവം നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.